പീപ്പിൾ ഹു ചേഞ്ചസ് നമ്മളെ മാറ്റുന്ന ചിലർ. നമ്മളെ മാറ്റുന്ന പലതരം ആൾക്കാരെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുമല്ലേ. അത്തരം ആളുകളെക്കുറിച്ചുള്ള ഒരു ചെറിയ ചിന്തയാണ് കേട്ടോ ഒന്ന്. നമ്മൾ കുറേ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ഏജ് കഴിയുമ്പോൾ ഒരു മെച്യൂരിറ്റി വരുമ്പോഴൊക്കെ മനസ്സിലാവും ഈ ആൾ നമുക്ക് നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. എന്നാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാക്കില്ല, ന്യൂട്രലായിട്ട് നിൽക്കും. മറ്റൊരു ഗ്രൂപ്പ് ആൾക്കാർ നമുക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ചില ആളുകളുണ്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മുടെ സ്വഭാവം തന്നെ മാറ്റിക്കളയും. അതുപോലെ തന്നെ അവരോടുള്ള നമ്മുടെ അപ്രോച്ചിൽ ടോട്ടലി മാറ്റിക്കളയും. അങ്ങനെ ഈ മൂന്ന് തരം ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം, ഓ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത്തരം ആളുകൾ ആരായിരുന്നു? ഫ്രണ്ട്സ് ആയിരുന്നോ, ഫാമിലി ആയിരുന്നോ, അതും അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരുന്നോ, അതും അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരുന്നോ? ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം കേട്ടോ ഈ ഒരു നമ്മൾ ഈ തോട്ടിൽ കൂടെ പോകുമ്പോൾ. നമ്മളുടെ അടുത്ത് ചുറ്റും കൂടുന്ന ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ അകലങ്ങളിൽ നിന്ന് നമ്മളെ വീക്ഷിക്കുന്നവർ, അവരുടെ ഒരു സെൻറ്റൻസ് മതി, അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന എന്തെങ്കിലും ഒരു സെൻറ്റൻസ് മതി നമ്മളിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടാക്കാനായിട്ട്. ചില ആൾക്കാർ നമ്മളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയും കേട്ടോ. അപ്പം നമ്മൾ ഭയങ്കര ഹൈ റേസിൽ അങ്ങോട്ട് പോകും, ആഹാ എന്ത് രസമായിട്ടാണ് നമ്മളെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ളതെന്ന്. സന്തോഷമായിരിക്കും അങ്ങനെ കേൾക്കുമ്പോൾ. എനിക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട് നമ്മളെപ്പറ്റി വളരെ നല്ല അഭിപ്രായം പറയുന്ന ആളുകൾ. അവർ പറയുന്ന നല്ല കാര്യങ്ങളാന്ന് പറയുന്ന ആൾക്കാർ. ഇനി ചില ആളുകളുണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കുറേ ഒബ്സർവേഷൻ അങ്ങനെയായിരിക്കാം. അവർ നമ്മളിൽ പ്രത്യേകിച്ച് ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അവർ അവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനുണ്ടാവില്ല, അങ്ങനത്തെ ആൾക്കാർ. എന്നാൽ അടുത്ത ഗ്രൂപ്പിന് പറയാട്ടോ, നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കും ഇവരെന്തായിരിക്കും പറയാൻ പോണു ഭഗവാനെ, നല്ലതാണാവോ ചീത്തയാണാവോ എന്നുള്ളൊരു ഇതിൽ. കാരണം അവരുടെ വായിന്ന് മിക്കപ്പോഴും നമ്മളെ പറ്റി നെഗറ്റീവ് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ച് ഈശ്വര ഇവരുടെ അടുത്ത് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു തീരുമാനത്തിൽ ഡയലമയിലെത്തും. അപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ തീരുമാനിക്കും, നമ്മൾ വഴി മാറി നടക്കാൻ തുടങ്ങും. ഏയ് ഇയാളുടെ ഒപ്പം നമ്മൾ ചേരില്ല കേട്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് ഇനി കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തും. നമ്മൾ അവിടെ നിന്ന് വഴിമാറിപ്പോവും. മോസ്റ്റ് പ്രോബബ്ലി നമ്മളൊരു സൈലൻസ് മോഡിലേക്ക് അങ്ങോട്ട് പോവും. ഇയാളോട് സംസാരിക്കണില്ല, അല്ലെങ്കിൽ ഇയാൾ ഫോൺ എടുത്താൽ ഒന്നോ രണ്ടോ സെൻറ്റൻസ് പറഞ്ഞ് അവിടെ വെക്കും. ഇയാളുടെ ഡയറക്റ്റായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് ടോക്ക് ചെയ്യുന്നൊക്കെ ഒഴിവായി കുറച്ച് ബ്രേക്ക് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോവും അല്ലേ. ഇനി ഈ ഇദ്ദേഹം നമ്മുടെ ഫാമിലിയിലുള്ള ആളാണെങ്കിലോ, നമ്മളടുത്ത് എപ്പോഴും നെഗറ്റീവ് സംസാരിക്കുന്ന ആൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണെങ്കിലോ എന്ത് ചെയ്യും? ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ചിന്തിച്ചപ്പോൾ തോന്നിയത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അവിടെ ഈ സൈലൻസ് തന്നെയാണ്. തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയാവും, സൂപ്പർ അടിയാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോവുക. നമ്മൾ ആ ഒരാളായിട്ടുള്ള ഇൻറ്ററാക്ഷൻ കൂടുമ്പോഴാണല്ലോ അവർ നമ്മളെ നെഗറ്റീവ് പറയുന്നത്. നമ്മളെ പറ്റിയിട്ട് നെഗറ്റീവ് പറയാൻ താല്പര്യമുള്ള ആൾക്കാർ എപ്പോഴും നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ, അവർ ചേഞ്ച് ആകാൻ പോകില്ല. എനിക്ക് അനുഭവമുണ്ട്, 10-15 വർഷമായിട്ട് അറിയണ ഒരു വ്യക്തി നം എപ്പോ വായ തുറന്ന നെഗറ്റീവോ പറയുള്ളൂ. അവർക്ക് ഒരു കാര്യം പോലും നമ്മളെ പറ്റി പോസിറ്റീവ് കണ്ടുപിടിക്കാനോ പറയാനോ പറ്റില്ല. വാട്ട് എവർ വി ഡു ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദം. അല്ലെങ്കിൽ നമ്മളെ മറ്റൊരാളുടെ മുമ്പിൽ നെഗറ്റീവായിട്ടേ അവർ പോർട്രേറ്റ് ചെയ്യുള്ളൂ, നമ്മളെ വിശദീകരിക്കുള്ളൂ, നമ്മുടെ ക്യാരക്ടറിനെ, നമ്മുടെ മാനറിസത്തിനെ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ടോട്ടലി യൂസ്ലെസ് ആണ് മറ്റൊരാളുടെ അടുത്ത് പറയും. അങ്ങനെയാണ് ഈ നെഗറ്റീവായിട്ടുള്ള നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഈ ആൾക്കാർക്ക് നമ്മളിൽ എന്ത് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെന്നല്ലേ. നമ്മൾ അവരോട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ആ ടൈം, കോഴ്സ് ഓഫ് ടൈം അവർ എന്തായാലും കുറയ്ക്കും. പിന്നീട് ഗ്രാജ്വലി നമ്മൾ അവരോട് മിണ്ടാണ്ടാവും. അപ്പോൾ അവർ പിന്നെ എന്ത് പറയും? അവള് എന്നോട് മിണ്ടാറില്ല, അല്ലെങ്കിൽ അവൻ എന്നോട് മിണ്ടാറില്ല. This is because they have done some action which is not good for us or not favorable to us.
അതുമല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സംതിങ് ദേ ഹാഡ് ഡൺ ആൻഡ് വി ഹാവ് റിയാക്റ്റഡ് ടു ദാറ്റ്. ഫോർ ദാറ്റ് ദേ ആർ സെയിങ് അവള് മിണ്ടാത്ത ആളാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ്, നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ പക്ഷേ സത്യത്തിൽ എന്താണ് അവര് ചെയ്തതിനുള്ള റിയാക്ഷനാണ് നമ്മളുടെ ഈ ഒരു സൈലൻസ് മോഡ് എന്നുള്ള ആക്ഷൻ. പക്ഷെ അവിടെ വന്നിട്ടുള്ള നമ്മളെക്കുറിച്ചുള്ള വിശദീകരണം അങ്ങനെയാണ്. അപ്പോഴും നമ്മൾ സൈലൻസ് കീപ്പ് ചെയ്യും. നമ്മൾ ഇല്ല, നമ്മൾ വഴക്കിനില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ റിട്രാക്ട് മോഡിലേക്ക് പോകും. ഇത്തരം ആളുകളാണ് ഞാൻ ഉദ്ദേശിച്ച ഈ പീപ്പിൾ ഹൂ ചേഞ്ചസിലെ തേർഡ് കാറ്റഗറി. ഇനിയുള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മളിൽ എപ്പോഴും പോസിറ്റിവിറ്റി കാണാനും നമ്മൾ ജയിച്ചാലും തോറ്റാലും കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. നമ്മൾ ജയിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ തോറ്റുണ്ടെങ്കിലോ എടോ തോറ്റാലും കുഴപ്പമില്ലല്ലോ, നീ അത് ചെയ്തൂലോ, നീ അതിൽ പങ്കെടുത്തോലോ എന്ന് പറയുന്ന ഒരു സന്തോഷം, നീ ചെയ്തത് സൂപ്പറായി എന്ന് പറയുന്ന സന്തോഷം. എടോ കപ്പ് കിട്ടുന്നതിലൊന്നല്ല കാര്യം, നീ അതിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. നീ വിന്നറായി എന്നുള്ളതല്ല ഇവിടെ മാറ്റർ. യു ഹാവ് ഡൺ റൈറ്റ് തിങ് അറ്റ് റൈറ്റ് ടൈം എന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നമ്മൾക്ക് കറേജ് തരുന്നവർ, നമുക്ക് പോസിറ്റിവിറ്റി തരുന്നവർ, നമ്മൾ സന്തോഷം കൊണ്ട്, നമ്മൾ സ്നേഹം കൊണ്ട് പൊതിയുന്നവർ. അവരെ നമ്മൾ മറക്കരുത്. അവരെ ചേർത്ത് പിടിക്കണം നമ്മൾ, അല്ലേ? ചിലപ്പോൾ അവർ നമ്മളോട് പറയും, നീ ഇതിലും നന്നായി ചെയ്യൂ കേട്ടോ, അടുത്ത പ്രാവശ്യം നിനക്ക് തന്നെയായിരിക്കും സമ്മാനം. ഇനി സമ്മാനം കിട്ടിയില്ലെങ്കിൽ എന്താ, നീ അതിലൊക്കെ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലേ, നിന്റെ കോൺഫിഡൻസ് കൂടിയില്ലേ, നെക്സ്റ്റ് ടൈം ഇതിലും നന്നാവും, അല്ലേ? അത്തരം ആളുകളെ ഒന്ന് ഓർത്ത് നോക്കിയേ, എത്ര പേരുണ്ട്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. പോസിറ്റീവ് പറയുന്നവർ, നമ്മളെ പറ്റി നെഗറ്റീവ് പറയുന്നവർ, എന്നാ ഒന്നും പറയാതിരിക്കുന്നവർ, ഒബ്സർവേറ്ററി മോഡിലുള്ളവർ. നമ്മൾ ടി വി ഫിലിമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളത് ചെയ്ത ആൾക്കാരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമ്മളത് ഒബ്സർവ് ചെയ്യും, നമ്മൾ ലിസൺ ചെയ്യും, നമ്മൾ വാച്ച് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവും കേട്ടോ. ചിലർക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടാവും നല്ലതെന്ന് പറയാം. അങ്ങനത്തെ ആൾക്കാർ എല്ലാവരും കൂടുന്നതാണല്ലോ ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു ഹ്യൂമൻ നേച്ചർ. അപ്പം എന്തിനേയും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുക. ദ പീപ്പിൾ ഹൂ ചേഞ്ചസ്, നമ്മളെ മാറ്റുന്നവർ. നമ്മളെ മാറ്റുന്നവരെല്ലാം എല്ലാം തന്നെ മനുഷ്യരാണല്ലേ. അവരെല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ്. നെഗറ്റീവ് പറയുന്നവരെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് എനിക്കും പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പലപ്പോഴും സൈലൻറ്റ് മോഡിൽ പോകാറുണ്ട്. ഞാനും ഇതേപോലെ മൗനമായിരിക്കാറുണ്ട്. ഞാനും ഇതുപോലെ വഴിമാറി നടക്കാറുണ്ട്. നിങ്ങൾക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ തോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ.